ആദ്യം നമുക്ക് എങ്ങനെയാണ് ഒരു ബില്ല് പ്രിന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ആഡ് ന്യൂ സെയിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ കസ്റ്റമറിന്റെ പേര് ക്യാഷ് ക്രെഡിറ്റിനാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ക്രെഡിറ്റ് എന്ന ഓപ്ഷൻ ഇനേബിൾ ആക്കി കസ്റ്റമറിന്റെ പേര് കൊടുക്കണം. അതല്ല നമ്മൾ ക്യാഷിനാണ് കൊടുക്കുന്നതെങ്കിൽ ക്യാഷ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ കസ്റ്റമറിന്റെ പേര് കൊടുക്കുക എന്നത് ഓപ്ഷണലാണ്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഞാനിപ്പോൾ കസ്റ്റമറിന്റെ പേരൊന്നും കൊടുക്കുന്നില്ല, പകരം ഐറ്റം ആണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഐറ്റം എന്ന ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് ഐറ്റംസ് ഓരോന്ന് എടുക്കാം. എത്ര ക്വാണ്ടിറ്റി വേണം അത് കൊടുക്കുക, എന്നിട്ട് സേവ് ഓപ്ഷൻ കൊടുക്കുക. ഇനി മോർ ഐറ്റംസ് നമുക്ക് സെലക്ട് ചെയ്യണം, അതായത് ഒന്നിൽ കൂടുതൽ ഐറ്റംസ് നമുക്ക് വേണം എങ്കിൽ വീണ്ടും അതേ ആഡ് ഐറ്റം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഐറ്റംസ് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 2-3 ഐറ്റംസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി കൊടുത്തതിന് ശേഷം സേവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇൻവോയ്സ്. നമ്മൾ കൊടുത്ത ഐറ്റംസ് എല്ലാം ഉണ്ട്, അതുപോലെ നമ്മുടെ ഷോപ്പിന്റെ പേര് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇനി പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് പ്രിന്റ് കൊടുക്കുക. ഇതിൽ നമ്മുടെ ഷോപ്പിന്റെ പേര്, അതുപോലെ തന്നെ അഡ്രസ്സ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം കാണാം. നമ്മൾ കൊടുത്ത ഐറ്റംസ് ആണ് ഈ കാണുന്നത്. അതിന്റെ ടോട്ടല് എൻ്റെ ടാക്സ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് ഈ പണത്തിൽ